Hi students, welcome to another lecture of Engineering Mechanics. In this lecture, we are starting our Module 2. കഴിഞ്ഞതിനകത്ത് നമ്മൾ Module ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. Module 1-നകത്ത് കൺകറൻറ്റ് കോപ്ലാനാർ ഫോഴ്സും അതിൻ്റെ റിസൾട്ടൻറ്റും പിന്നെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്നതൊക്കെ ആണ് നമ്മൾ പറഞ്ഞത്. ഇതിനകത്ത് Module 2-നകത്ത് മെയിനായിട്ട് രണ്ട് ടോപ്പിക്സ് ആണുള്ളത്. ഒന്ന് പറയുന്നത് പാരലൽ ഫോഴ്സ് സിസ്റ്റം. നമ്മളതിനകത്ത് പാരലൽ ഫോഴ്സ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണ്. അതുപോലെ തന്നെ പാരലൽ ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിൻ്റെ എന്താ പറയുക മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രിക്ഷൻ ഇതിനെപ്പറ്റിയും നമ്മൾ ഈ മോഡ്യൂളിലാണ് പറയുന്നത്. ഫ്രിക്ഷനും പാരലൽ ഫോഴ്സിനെ പറ്റിയാണ് നമ്മൾ ഈ സെക്കൻഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ കഴിഞ്ഞ ക്ലാസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കൺകറൻറ്റ് ഫോഴ്സ് പോലെ തന്നെ ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സംഭവമാണ് പാരലൽ കോപ്ലാനാർ ഫോഴ്സസ് എന്ന് പറയുന്നത്. അതായത് സെയിം പ്ലെയിനിലുള്ള പാരലൽ ആയിട്ടുള്ള ഫോഴ്സുകൾ, അതിനാണ് പാരലൽ കോപ്ലാനാർ ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ആർ പാരലൽ ടു ഈച്ച് അതർ ആർ കോൾഡ് പാരലൽ ഫോഴ്സസ്. ഓക്കെ, സോ അതിനകത്ത് പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്, ലൈക്ക് പാരലൽ ഫോഴ്സ് ആൻഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സ്. ലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ബോഡീനകത്ത് പാരലൽ ആയിട്ടുള്ള രണ്ട് ഫോഴ്സുകൾ F1ഉം F2ഉം ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് രണ്ടും ഒരേ ഡയറക്ഷനിലാകുമ്പോഴാണ് അതിനെ ലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ മതി, ഒരു ബോഡിനകത്ത് എ എന്നുള്ള പോയിന്റിലും ബി എന്നുള്ള പോയിന്റിലും രണ്ട് ഫോഴ്സുകൾ F1ഉം F2ഉം ആക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? കാരണം ഇത് ഒരു ഡയറക്ഷനിൽ മാത്രം അല്ലെങ്കിൽ y ഡയറക്ഷനിൽ മാത്രമാണ് ഇതിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് സം ഓഫ് F2 ആൻഡ് F3 എന്ന് F1 ആൻഡ് F2 എന്ന് നമുക്ക് എഴുതാം. സോ റിസൾട്ട് ഈസ് ഈക്വൽ ടു F1 പ്ലസ് F2. ഇതിൻ്റെ പോയിന്റ് ഫ്രാക്ഷനൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചിട്ടും അല്ലെങ്കിൽ എന്താ പറയുക മൊമെൻറ്റ് 0 ആണെന്ന് എടുത്തിട്ടുമാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഇതിനകത്ത് ലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക പാരലൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് പാരലൽ ഫോഴ്സും ഉണ്ട്, അൺലൈക്ക് പാരലൽ ഫോഴ്സും ഉണ്ട്. സോ രണ്ടിൻ്റെയും ലൈക്ക് പാരലൽ ഫോഴ്സ് വിച്ച് ആർ ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓക്കെ ആർ നോൺ ആസ് ലൈക്ക് പാരലൽ ഫോഴ്സ്. അതുപോലെ തന്നെ two parallel forces are said to be unlike parallel when they act in opposite direction. ഇവിടെ ഒരു ബോഡിനകത്ത് എ എന്നുള്ള പോയിന്റിൽ അപ്വേർഡ്സുമായിട്ടും ബി എന്നുള്ള പോയിന്റിൽ ഡൗൺവേർഡ്സുമായിട്ടും രണ്ട് ഫോഴ്സുകൾ F1ഉം F2 ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ unlike parallel forces because their direction of action are opposite. സോ അത്തരം ഫോഴ്സുകളാണ് അൺലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ റിസൾട്ടൻ്റ് എന്താ വരിക? F1 മൈനസ് F2 എന്ന് വരിക. കാരണം F1 എന്ന് പറയുന്നത് ഇതിനകത്ത് നിന്ന് F2 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് അതായിരിക്കും നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇതിനകത്ത് F1 കൂടുതലും F2 കുറവുമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. നേരെ തിരിച്ചിട്ട് F2 കൂടുതലും F1 കുറവാണെങ്കിൽ റിസൾട്ടൻ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? സോ അത്തരം ഫോഴ്സുകളാണ് അൺലൈക്ക് പാരലൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ചെറിയൊരു പ്രോബ്ലം നോക്കാം. Resolve the force 300 Newton shown in figure into two parallel components at B and C and at C and D. അതായത് 300 ഒരു ബി ഡി എന്നുള്ളൊരു ചെറിയൊരു റോഡ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി ഉണ്ട് ബി ഡി എന്നുള്ളത്. സോ ഇതിൻ്റെ അകത്ത് എ എന്നുള്ള ഫോഴ്സ് എ എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് 300 ന്യൂട്ടൺ എന്ന് പറയുന്നത്. സോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ 300 ന്യൂട്ടണിനെ രണ്ട് പാരലൽ കോമ്പണൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് രണ്ട് പാരലൽ കോമ്പണൻറ്റ്സ് ബിയിലും സിയിലും ആക്ട് ചെയ്യുന്ന രണ്ട് പാരലൽ ഫോഴ്സായിട്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ സിയിലും ഡിയിലും ആക്ട് ചെയ്യുന്ന രണ്ട് പാരലൽ ഫോഴ്സായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസോൾവ് ദിസ് ഫോഴ്സ് ഇൻറ്റു ടു പാരലൽ കോമ്പണൻറ്റ്സ് അറ്റ് ബി ആൻഡ് സി ആൻഡ് ഓൾസോ റിസോൾവ് ദ ഫോഴ്സ് 300 ന്യൂട്ടൺ ഇൻറ്റു ടു പാരലൽ കോമ്പണൻറ്റ്സ് അറ്റ് സി ആൻഡ് ഡി. ഓക്കെ, സോ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളത്. എന്താ ചെയ്യുക? 300 ന്യൂട്ടനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 300 ന്യൂട്ടനെ വേണമെങ്കിൽ 100 ന്യൂട്ടണായിട്ടും 200 ന്യൂട്ടണായിട്ടും ഡിവൈഡ് ചെയ്യാം. കാരണം F1ഉം F2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 200 പ്ലസ് 100 എന്ന് പറയുന്നത് 300 കിട്ടും. പക്ഷേ ബിയിലും സിയിലും ആക്ട് ചെയ്യുന്നതാണെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൊമെൻറ്റ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ? സോ നമുക്ക് അസ്യൂം ചെയ്യാം ലെറ്റ് പി ആൻഡ് ക്യൂ ബി ദ കോമ്പണൻസ്. ഓക്കെ, പിയും ക്യൂവുമാണ് 300ൻ്റെ ബിയിലും സിയിലുള്ള കോമ്പണൻസ് എന്ന് വിചാരിക്കാം. അതായത് ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് പി എന്ന് വരിക്കുക, അല്ലെങ്കിൽ 300ൻ്റെ ബിയിലുള്ള കോമ്പണൻ്റാണ്
പി എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ക്യൂ എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ വെൻ ദ കോമ്പണൻസ് ആർ അറ്റ് ബി ആൻഡ് സി, ഓക്കെ, പി ആൻഡ് ക്യൂ ആർ ദ കോമ്പണൻസ്, ദേ ആർ ആക്ടിങ് അറ്റ് ബി ആൻഡ് സി. നമ്മൾ അസ്യൂം ചെയ്യുന്നു ബിയിലും സിയിലും ആയിട്ട് രണ്ട് കോമ്പണൻസ് പിയും ക്യൂയും ആക്ട് ചെയ്യുന്ന വിചാരിക്കുക. ആ 300ൻ്റെ രണ്ട് കോമ്പണൻസ്. സോ നെക്സ്റ്റ് ടേക്ക് മൊമെൻറ്റ് ഓഫ് ദ ഗിവൺ ഫോഴ്സ് അബൌട്ട് ബി. ഈ ഫോഴ്സിൻ്റെ മൊമെൻറ്റ് അബൌട്ട് ഈ ബി എന്നുള്ള പോയിന്റ് എടുക്കുക. സോ നമ്മൾ വേരിഗ്നസ് തിയറം വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് അബൌട്ട് എ പർട്ടിക്കുലർ പോയിന്റ് ഓർ എനി പോയിന്റ് വിച്ച് ഇസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ദ സം ഓഫ് ദ മൊമെൻറ്റ്സ് ഓഫ് ദ കോമ്പണൻസ് ഓഫ് ഫോഴ്സസ് അബൌട്ട് ദ സെയിം പോയിന്റ്. അതായത് 300 എന്ന് പറയുന്നത് ബിയുമായിട്ട് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് എന്ന് പറയുന്നത് പിയും ക്യൂവും അതിൻ്റെ കോമ്പണൻ്റ് ആണെങ്കിൽ ഈ ക്യൂ ബിയുമായിട്ട് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് പ്ലസ് പി ബിയുമായിട്ട് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് ആയിരിക്കണം, ആണല്ലോ. സോ അക്കോർഡിംഗ് ടു വേരിഗ്നസ് തിയറം മൊമെൻറ്റ് ഓഫ് 300 അബൌട്ട് ബി should be equal to the sum of the moments of its component P and Q about B. So B about moment of 300 about B എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട്. എന്താ വരിക? 300 multiplied by 2. അതിൻ്റെ ഡയറക്ഷൻ എന്താ വരിക? ഇതിങ്ങനെയല്ല റൊട്ടേറ്റ് ചെയ്യുക. സോ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് 300 അബൌട്ട് ബി എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ മൊമെൻറ്റ്സ് ഓഫ് കോമ്പണൻസ് അബൌട്ട് ബി എന്താ വരിക? പി എന്നുള്ള ഫോഴ്സ് ബി എന്നുള്ള പോയിന്റ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാക്കുന്ന മൊമെൻറ്റ് 0 ആയിരിക്കും. അല്ലെങ്കിൽ പി മൾട്ടിപ്ലൈഡ് ബൈ ഇവിടെ നിന്ന് ബിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 0 ആണ്. കാരണം പി എന്നുള്ള ഫോഴ്സ് ബിയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ 0 ആണ് വരിക. പി ഇൻറ്റു 0 പ്ലസ് ക്യൂ മൾട്ടിപ്ലൈഡ് ബൈ 2 പ്ലസ് 1. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യൂ മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരിക? 3, വിച്ച് ഇസ് ഈക്വൽ ടു 600. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ക്യൂ ഈക്വൽ ടു 200 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കറിയാം പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 300 ന്യൂട്ടൺ ആണെന്ന് കിട്ടി. പി പ്ലസ് 200 എന്ന് പറയുന്നത് 300 ന്യൂട്ടൺ ആണെങ്കിൽ പി എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണെന്ന് കിട്ടി. സോ പിയും കിട്ടി ക്യൂവും കിട്ടി. അത് 200 ന്യൂട്ടണും 100 ന്യൂട്ടണും ബിയിലും സിയിലും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന അതേ എഫക്റ്റാണ് എ എന്നുള്ള പോയിന്റിൽ 300 ന്യൂട്ടൺ ഒരു ഒറ്റയ്ക്ക് ആക്ട് ചെയ്താൽ കിട്ടുന്നത്. സോ അതാണ് നമ്മൾ ഈ ഒരു 300 എന്നുള്ള ഫോഴ്സിനെ നമ്മൾ ബിയിലും സിയിലുള്ള രണ്ട് ഫോഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിച്ചു ബൈ യൂസിങ് ദ മൊമെൻറ്റ്. ഇനി എൻ്റെ സെക്കൻഡ് കേസ് നോക്കാം. വെൻ ദ കോമ്പണൻസ് ആർ അറ്റ് സി ആൻഡ് ഡി. കോമ്പണൻസ് എന്ന് പറയുന്നത് സിയിലും ഡിയിലും ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. സോ നമ്മൾ ആദ്യം മൊമെൻറ്റ് ഓഫ് ദ ഗിവൺ ഫോഴ്സ് അബൌട്ട് ഡി കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ മൊമെൻറ്റ് ഓഫ് ദ ഗിവൺ ഫോഴ്സ് അബൌട്ട് ബി ആണ് കണ്ടുപിടിച്ചത്. കാരണം അത് ബിയിലും സിയിലും ആയിരുന്നു നമുക്ക് വേണ്ടത്. ഇനി സിയിലും ഡിയിലും ആയതുകൊണ്ട് തന്നെ മൊമെൻറ്റ് ഓഫ് ദ ഗിവൺ ഫോഴ്സ് അബൌട്ട് ഡി കണ്ടുപിടിക്കുക. എന്താ വരിക? മൊമെൻറ്റ് ഓഫ് ദ ഗിവൺ ഫോഴ്സ് അബൌട്ട് ഡി എന്ന് പറയുന്നത് 300 മൾട്ടിപ്ലൈഡ് ബൈ 3 എന്ന് വരും. എന്തുകൊണ്ടാണ് 3 എന്ന് വരുന്നത്? ഇവിടെ നോക്കാം. 300 മൾട്ടിപ്ലൈഡ് ബൈ ഡി ആണ് മൊമെൻറ്റ് ഓഫ് 300 അബൌട്ട് ഡി എന്ന് പറയുന്നത്. 300 മൾട്ടിപ്ലൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് എ ഡി എന്നുള്ള ഡിസ്റ്റൻസ്. 300 മൾട്ടിപ്ലൈഡ് ബൈ എ ഡി എന്നുള്ള ഡിസ്റ്റൻസ് എന്താ? 2 പ്ലസ് 1, അതായത് 3 മീറ്റർ എന്ന് വരും. സോ 300 മൾട്ടിപ്ലൈഡ് ബൈ 3 ആണ് നമ്മുടെ മൊമെൻറ്റ് എന്ന് വരുന്നത്. മൊമെൻറ്റ് ഓഫ് ദ ഗിവൺ ഫോഴ്സ് അബൌട്ട് ഡി എന്ന് പറയുന്നത് 300 മൾട്ടിപ്ലൈഡ് ബൈ 3, വിച്ച് ഇസ് ഈക്വൽ ടു 900 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. So according to Varignon's theorem, moment of 300 about D should be equal to the sum of the moments of its components P and Q about D. So P ൻ്റെയും Qൻ്റെയും മൊമെൻറ്റ് അബൌട്ട് ഡി കണ്ടുപിടിക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. അത് തന്നെയായിരിക്കും മൊമെൻറ്റ് ഓഫ് ദ ഗിവൺ ഫോഴ്സ് അബൌട്ട് ഡി എന്ന് കിട്ടേണ്ടത്. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും പി ൻ്റെയും ക്യൂവിൻ്റെയും. സോ ചെയ്ത് നോക്കാം. പി മൊമെൻറ്റ് ഓഫ് പി അബൌട്ട് ഡി എന്താ വരിക? പി മൾട്ടിപ്ലൈഡ് ബൈ 2 ആ വരിക. പി മൾട്ടിപ്ലൈഡ് ബൈ 2 പ്ലസ് ക്യൂ ഇൻറ്റു 0. അല്ലെങ്കിൽ ഇവിടെ മൊമെൻറ്റ് ഉണ്ടാവില്ല. ക്യൂ എന്നുള്ള ഫോഴ്സ് ഡി വെച്ചിട്ട് മൊമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അതേ ലൈൻ ഓഫ് ആക്ഷനിലൂടെയാണ് അല്ലെങ്കിൽ ഡിയിൽ കൂടിയാണ് ക്യൂ പാസ് ചെയ്ത് പോകുന്നത്. സോ ക്യൂ ഇൻറ്റു 0 വിച്ച് ഈസ് ഈക്വൽ ടു 900. ഇവിടെ 900 ആണ് നമുക്ക് കിട്ടിയത്. 900 കിട്ടി. സോ അതിനകത്ത് പി ഈക്വൽ ടു 450 എന്ന് കിട്ടും. സോ മൊമെൻറ്റ് വെച്ചിട്ട് നമുക്ക് പി 450 കിട്ടി. ഇനി ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സംത്തിൻ്റെയും സമ്മായിരിക്കും 300 എന്ന് പറയുന്നത്. സോ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 300 ആകുമ്പോൾ 450 പ്ലസ് ക്യൂ ഈക്വൽ ടു 300. സോ ക്യൂ ഈസ് ഈക്വൽ ടു 300 മൈനസ് 450 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 150 ന്യൂട്ടൺ. ഓർ ക്യൂ ഈസ് മൈനസ് 150 ഓർ ക്യൂ ഈസ് 150 ന്യൂട്ടൺ മീറ്റർ ഡൗൺവേർഡ്സ്. അതായത്
450 മീറ്റർ അപ്വേർഡ്സിലാണ് പി ആക്ട് ചെയ്യുന്നതെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് -150 അല്ലെങ്കിൽ 150 ന്യൂട്ടൺ ഡൗൺവേർഡ്സ് ആണ്. അതായത് സിയിലും ഡിയിലും ഉണ്ടാവേണ്ട ഫോഴ്സുകൾ എന്ന് പറയുന്നത് 450 ആൻഡ് -150 ന്യൂട്ടൺ ആണെന്ന് മനസ്സിലായി. ഇതുപോലെയാണ് നമ്മൾ റിസോൾവ് ചെയ്യേണ്ടത്. അതായത് ഒരു എന്താ പറയുക, ഗിവൺ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ റിസോൾവ്ഡ് ഇൻറ്റു 2 കോമ്പണൻസ് അബൌട്ട് ടു ലൊക്കേഷൻസ് എന്ന് പറയുന്നത് ഈ രീതിയിൽ വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ ഫോഴ്സിൻ്റെ കോമ്പണൻസ് സം ചെയ്യുക. അതായത് എഫ് എക്സ് കോമ്പണൻറ്റും സിഗ്മ എഫ് എക്സ് കോമ്പണൻറ്റും സിഗ്മ എഫ് വൈ കോമ്പണൻറ്റും ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുക ഫോഴ്സിൻ്റെ, അതായത് പി പ്ലസ് ക്യൂ ഈക്വൽ ടു 300 എന്നുള്ള രീതിയിൽ വരും. അത് കഴിഞ്ഞിട്ട് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുക. മൊമെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് അൺനോൺ ഫോഴ്സുകൾ കണ്ടുപിടിക്കുക. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇനി നമുക്ക് വേറൊന്ന് നോക്കാം. Two unlike parallel forces are acting at a distance of 450 mm from each other. The forces are equivalent to a single force of 900 Newton which act at a distance of 200 mm from the greater of the two forces. Find the magnitude of the forces. So, the two unlike parallel forces acting at a distance of 450 mm. അതായത് രണ്ട് അൺലൈക്ക് പാരലൽ ഫോഴ്സ് പിയും ക്യൂവും ഒരു ഡിസ്റ്റൻസ് 450 മില്ലിമീറ്റർ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ദ ഫോഴ്സ് ആർ ഇക്വലൻറ്റ് ടു എ സിംഗിൾ ഫോഴ്സ് ഓഫ് 900 ന്യൂട്ടൺ. ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 900 ന്യൂട്ടൺ ആണ്. വിച്ച് ആക്ട് അസ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മില്ലിമീറ്റർ ഫ്രം ദ ഗ്രേറ്റർ ഓഫ് ദ ടു ഫോഴ്സ്. ഈ രണ്ടിൽ ഏതാണോ വലുത് ആ വലിയ ഫോഴ്സിൽ നിന്നും 200 മില്ലിമീറ്റർ വിട്ടിട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ടാണോ വിട്ടിട്ട് ആണ് ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. എവിടെയാണ് നമുക്കറിയില്ല അത്. ഓക്കെ, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സസ്. സോ പിയും ക്യൂവും അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഓക്കെ, സോ നമുക്ക് കൺസിഡർ ചെയ്യാം. ലെറ്റ്സ് കൺസിഡർ പി ഈസ് ഗ്രേറ്റർ ദാൻ ക്യൂ. ഇതിനകത്ത് പിയും ക്യൂ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യാം പി ആണ് ഇതിനകത്ത് കൂടുതലെന്ന്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എന്ത് വരും? ഓക്കെ, അത് റിസൾട്ടൻ്റ് ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് 900 ആണ്. പി എന്ന് പറയുന്നത് ഡൗൺവേർഡ്സും ക്യൂ എന്ന് പറയുന്നത് അപ്വേർഡ്സും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പി മൈനസ് ക്യൂ ഈക്വൽ ടു 900 എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചു എഴുതാം, ക്യൂ മൈനസ് ബി ഈക്വൽ ടു 900. സോ നമ്മളിങ്ങനെ എടുത്തു, പി മൈനസ് ക്യൂ ഈക്വൽ ടു 900 എന്ന് എടുത്തു. സോ അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുന്നു. നമുക്ക് ഇനിയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. നെക്സ്റ്റ്, സോ നമുക്കറിയാം വാരിഗ്നസ് തിയറം പ്രകാരം മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ്, a particular force about a point which is equal to sum of the moments of its components about the same point. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റ് ഓഫ് പി അബൌട്ട് ബി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് 900 ന്യൂട്ടൺ അബൌട്ട് ബി ആയിരിക്കണം. അതായത് എന്താ പറയുക, പിൻ്റെയും ക്യൂവിൻ്റെയും റിസൾട്ടൻ്റ് ആണ് 900. സോ സം ഓഫ് മൊമെൻറ്റ് ഓഫ് ക്യൂ ആൻഡ് പി അബൌട്ട് ബി എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് 900 അബൌട്ട് ബി ആയിരിക്കണം, അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്നതിന് ബി വെച്ചിട്ടൊരു മൊമെൻ്റ് ഉണ്ടാവില്ല. കാരണം സെയിം ലൈൻ ഓഫ് ആക്ഷനാണ് നമ്മുടെ ഈ പോയിന്റ് ബി ഉള്ളത്. ക്യൂവിൻ്റെ സെയിം ലൈൻ ഓഫ് ആക്ഷനിലാണ് പോയിന്റ് ബി ഉള്ളത്. അപ്പം ബാക്കിയുള്ള എന്താ, പിന് മാത്രമേ ഒരു മൊമെൻ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റ് ഓഫ് പി അബൌട്ട് ബി മസ്റ്റ് ബി ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് 900 അബൌട്ട് ബി ആയിരിക്കണം. സോ എന്താണ് മൊമെൻറ്റ് ഓഫ് പി അബൌട്ട് ബി എന്ന് പറയുന്നത്? പി മൾട്ടിപ്ലൈഡ് ബൈ 450 അല്ലേ? പി മൾട്ടിപ്ലൈഡ് ബൈ 450 ആണ് മൊമെൻറ്റ് ഓഫ് പി അബൌട്ട് ബി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 900 മൾട്ടിപ്ലൈഡ് ബൈ 200 പ്ലസ് 450 എന്ന് പറയുന്നത് 650 എന്ന് വരും. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന അതിൻ്റെ വാല്യൂ കിട്ടും 1300 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്ന ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1300 മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു 900 എന്ന് കിട്ടും. or Q is equal to 1300 minus 900 or Q is equal to 400 Newton എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്ത് ചോദിക്കുന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിൻ്റെ ക്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇതൊന്ന് എഴുതിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിലേക്ക് പോവാം. കപ്പിൾ. എന്താണ് കപ്പിൾ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ പറഞ്ഞിരുന്നു, എന്തായിരുന്നു പറയുക,
രണ്ട് പാരലൽ ഫോഴ്സുകൾ, അൺലൈക്ക് പാരലൽ ഫോഴ്സുകളിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് അൺലൈക്ക് പാരലൽ ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് രണ്ട് പാരലൽ ഫോഴ്സുകളാണ്. അത് രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എഫ് ആണ്. ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ്, സം പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്താണെന്ന് വിചാരിച്ചാൽ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണുള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് എന്താ പറയുക, മാഗ്നിറ്റ്യൂഡ് നമ്മളിപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ സിഗ്മ വി അല്ലെങ്കിൽ സിഗ്മ എക്സ്, സിഗ്മ എഫ് എക്സ് അല്ലെങ്കിൽ സിഗ്മ എഫ് ഇ എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, എഫും സെയിം ആണ്. സോ എഫ് മൈനസ് എഫ് എന്ന് വരും അല്ലേ, അത് 0 ആയിട്ട് വരും. അതായത് റിസൾട്ടൻ്റ് ഓഫ് ടു അൺലൈക്ക് പാരലൽ ഫോഴ്സ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം അതിന് റിസൾട്ടൻ്റ് ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, അതിന് റിസൾട്ടൻ്റ് എന്ന് പറയുന്ന ഫോഴ്സ് 0 ആയിട്ടാണ് കിട്ടുന്നത്, മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടാണ് കിട്ടുന്നത്. സോ ഹെൻസ് ദീസ് ഫോഴ്സസ് കനോട്ട് ബി റീപ്ലേസ്ഡ് ബൈ അനദർ സിംഗിൾ ഫോഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ്, അതായത് ടു അൺലൈക്ക് പാരലൽ ഫോഴ്സ് ഹാവ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കനോട്ട് ബി റീപ്ലേസ്ഡ് ബൈ അനദർ സിംഗിൾ ഫോഴ്സ്. വേറൊരു സിംഗിൾ ഫോഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, so two such parallel forces equal in magnitude and opposite in direction and separated by a definite distance are said to form a couple. അതായത് ഇത്തരം രണ്ട് അൺലൈക്ക് പാരലൽ ഫോഴ്സുകൾ ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് പാരലൽ ഫോഴ്സുകൾ സെപ്പറേറ്റ് ചെയ്ത്, ഒരു ചെറിയ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കണ്ടീഷനെയാണ്, അല്ലെങ്കിൽ അതിനെയാണ് പറയുന്നത് കപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു കപ്പിൾ ഫോം ചെയ്യുമെന്ന് പറയാം. സോ കപ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ട്രാൻസ്ലേറ്ററി എഫക്റ്റ് ഉണ്ടാവില്ല. അതായത് ഇത് റൊട്ടേറ്റ് ചെയ്യുള്ളൂ അല്ലേ. ഒരു ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഡി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിനകത്ത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നേരെ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല ഒരിക്കലും. ഇത് റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ അത്തരം ഒരു ഫോഴ്സ് സിസ്റ്റത്തിനെയാണ് പറയുന്നത് കപ്പിൾ എന്ന്. ഓക്കെ, ഇത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, സാധാരണ ത്രാസൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. രണ്ട് പിന്നെ എന്താ പറയുക, ഒരുപാട് സ്ഥലത്ത് കത്രികയിൽ അല്ല സിസേഴ്സിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ത്രാസിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത്, കപ്പിൾസിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് കുറച്ച് ടേംസ് ഉണ്ട്. ദ പ്ലെയിൻ ഇൻ വിച്ച് ദ ഫോഴ്സസ് ആക്ട് ഈസ് കോൾഡ് ദ പ്ലെയിൻ ഓഫ് ദ കപ്പിൾ. ഈ രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ പ്ലെയിനാണ് പ്ലെയിൻ ഓഫ് ദ കപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദീസ് ടു ഫോഴ്സസ് ഈസ് നോൺ ആസ് ദ ആം ഓഫ് ദ കപ്പിൾ. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ആം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കപ്പിളിൻ്റെ ആം എന്ന് പറയുന്നത്, ആം ഓഫ് ദ കപ്പിൾ എന്ന് പറയുന്നത്. സോ എന്താണ് കപ്പിൾ എന്ന് പറയുന്നത്? റിസൾട്ട് അതായത് ടു എന്താ പറയുക, പാരലൽ ഫോഴ്സസ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ എ ഡെഫിനറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോംസ് എ കപ്പിൾ. സോ അതിനെയാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് രണ്ട് ടൈപ്പ് കപ്പിൾ ഉണ്ട്, ക്ലോക്ക് വൈസ് കപ്പിൾ ആൻഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് കപ്പിൾ. സോ അതായത് ഒരു രണ്ട് ഫോഴ്സുകൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരു പെർട്ടിക്കുലർ ബോഡിയെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ, ആ ബോഡിയെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതിനാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് പറയുന്നത്. സോ പ്രോപ്പർട്ടീസ് ഓഫ് എ കപ്പിൾ. ഒരു കപ്പിൾ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ഫോഴ്സസ് കൺസ്റ്റിറ്റ്യൂട്ടിങ് എ കപ്പിൾ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. Therefore the sum of the force of a couple എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് മൈനസ് എഫ് എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും അല്ലേ. അല്ല, ആ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. കാരണം രണ്ടിനും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, സം ഓഫ് ദ ഫോഴ്സസ് ഓഫ് എ കപ്പിൾ എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് 0 ആയിരിക്കും. ആൻഡ് ദ മൊമെന്റ് ഓഫ് എ കപ്പിൾ അബൌട്ട് എനി പോയിന്റ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ കപ്പിൾ ഈസ് constant and is independent of the position of the moment center.
എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെൻ്റ്, ഒരു കപ്പിളിൻ്റെ അകത്തുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എപ്പോഴും. അത് എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് സെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബോഡി കൺസിഡർ ചെയ്യാം. ഒ ഡി എന്നുള്ളൊരു ബോഡി കൺസിഡർ ചെയ്യാം. അതിനകത്തൊരു ചെറിയൊരു സെൻട്രൽ പോയിൻ്റ് ആയിട്ട് എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ ഒ ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഫോഴ്സാണ് എഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡി എന്നുള്ള പോയിന്റിൽ ഒരു എഫ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് എഫിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് വിചാരിക്കാം. നമ്മൾ വേറൊരു മൊമെൻറ്റ് സെൻറ്റർ കണ്ടുപിടിക്കുക ഒ, അല്ലെങ്കിൽ ഈ ഒരു ഇതാണ് നമ്മുടെ മൊമെൻറ്റ് സെൻറ്റർ എന്ന് വിചാരിക്കാം. സോ നമ്മൾ മൊമെൻ്റ് എടുത്ത് നോക്കാം. മൊമെൻ്റ് ഓഫ് കപ്പിൾ അബൌട്ട് ഒ, അല്ലെങ്കിൽ ഇതാണ് മൊമെൻറ്റ് സെൻറ്റർ എന്ന് വയ്ക്കാം. മൊമെൻ്റ് ഓഫ് ദ കപ്പിൾ, അത് ഇതിൻ്റെ അകത്ത് പറഞ്ഞ പ്രകാരം എന്ന് പറഞ്ഞാൽ ഇതൊരു കപ്പിൾ ഫോം ചെയ്യും അല്ലേ. ഈ ഒരു ഫോഴ്സും ഉള്ള ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കപ്പിൾ ഫോം ചെയ്യും. സോ മൊമെൻ്റ് ഓഫ് ദ കപ്പിൾ അബൌട്ട് ഒ എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൊമെൻ്റ് ഓഫ് ദിസ് ഫോഴ്സ് അബൌട്ട് ഒ പ്ലസ് മൊമെൻ്റ് ഓഫ് ദിസ് ഫോഴ്സ് അബൌട്ട് ഒ അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മതി, മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എഫ് അബൌട്ട് ഒ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എഫ് എക്സ് അല്ലേ വരിക. റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്താ? കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് മൈനസ് എഫ് എക്സ് എന്ന് എഴുതാം. അതുപോലെ തന്നെ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ദിസ് എഫ് അബൌട്ട് ഒ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുക, പ്ലസ് എഫ് ഇൻറ്റു ഡി പ്ലസ് എക്സ് എന്ന് വരും അല്ലേ. എഫ് ഇൻറ്റു ഡി പ്ലസ് എക്സ് മൈനസ് എഫ് എക്സ് എന്ന് വരും, അല്ലെങ്കിൽ എഫ് ടി പ്ലസ് എഫ് എക്സ് മൈനസ് എഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ദ കപ്പിൾ അബൌട്ട് ഒ എന്ന് പറയുന്നത് നമുക്ക് എഫ് ഇൻറ്റു ഡി എന്ന് കിട്ടി, അല്ലെങ്കിൽ ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ്. ഓക്കെ, അത് കിട്ടി. So since the moment of the couple f into d is independent of x, ഈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ്, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എപ്പോഴും. മൊമെൻ്റ് ഓഫ് എ കപ്പിൾ അബൌട്ട് എനി പോയിന്റ് ഇൻ ദ പ്ലെയിൻ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടെടുത്താൽ, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടെടുത്താൽ, ഇവിടെ എടുത്ത് വെച്ചാൽ ഇതിൻ്റെ ഈ കപ്പിളിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ്. ഓക്കെ, അതായിരിക്കും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത്, ദ ആക്ഷൻ ഓഫ് എ കപ്പിൾ ഓൺ എ റിജിഡ് ബോഡി വിൽ നോട്ട് ബി ചേഞ്ച്ഡ് ഇഫ് ആം ഈസ് ടേൺഡ് ഇൻ ദ പ്ലെയിൻ ഓഫ് കപ്പിൾ ത്രൂ എനി ആംഗിൾ അബൌട്ട് വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ്. അവർ കൺസിഡർ ചെയ്യാം എ എന്ന് ബി എന്നുള്ളൊരു ബോഡി ഉണ്ട്, അതിനകത്ത് രണ്ട് ഫോഴ്സുകൾ എഫും ഇവിടെയായിട്ട് ആക്ട് ചെയ്യുന്നത്. ഞാൻ ഈ ബി എന്നുള്ള പോയിന്റ് അല്ലെങ്കിൽ ബി എന്നുള്ള സംഭവത്തിൽ കുറച്ച് വലിച്ചിട്ട് ബിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോഴുണ്ടാവുന്നത്, സോ ആ കപ്പിള്, അതായത് ചേഞ്ച് ചെയ്ത കപ്പിള് ആ ബോഡിയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും നമ്മൾ നോർമലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ്. അല്ലെങ്കിൽ ഈ ഒരു ബോഡി ഈ ബി എന്നുള്ള പോയിന്റ് വെച്ചിട്ട് എന്താ പറയുക, റൊട്ടേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ കപ്പിള് ആ ബോഡിയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് അനദർ പ്രോപ്പർട്ടി ഓഫ് കപ്പിൾ. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഈ ഒരു ബി എന്നുള്ള പോയിന്റ് വെച്ചിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് എ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാലും കപ്പിള് ആ ബോഡിയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. സോ ബൈ സക്സസീവ് റൊട്ടേഷൻ ഓഫ് ദ ആം ഓഫ് എ കപ്പിൾ ഇൻ ഈസ് പ്ലെയിൻ, ഫസ്റ്റ് അബൌട്ട് വൺ എൻഡ് ആൻഡ് ദെൻ അബൌട്ട് ദ അതർ, the couple can be put in any desired position in its plane. Thus, we can transpose a couple in its plane without changing its action on the body. So, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് ആ കപ്പിളിനെ ഇതുപോലെ മൂവ് ചെയ്യിക്കാം. ഫസ്റ്റ് ഒരു പോയിന്റ് വെച്ചിട്ട് മറ്റേ പോയിന്റ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം, പിന്നെ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ആദ്യത്തെ പോയിന്റ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ബോഡിയിൽ ആ കപ്പിൾ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് അനദർ പ്രോപ്പർട്ടി ഓഫ് ദ കപ്പിൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ദ ആക്ഷൻ ഓഫ് എ കപ്പിൾ ഓൺ എ ബോഡി ഡസ് നോട്ട് ചേഞ്ച് ഇഫ് ബോത്ത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ആം ഓഫ് ദ കപ്പിൾ ആർ ചേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മൊമെൻറ്റ് ഓഫ് ദ കപ്പിൾ റിമെയിൻസ് അൺചേഞ്ച്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഇവിടെ ഒരു ബോഡി കൺസിഡർ ചെയ്യാം. ഈ ഒരു ബോഡി രണ്ട് എൻഡിലും എഫ് എന്നുള്ളൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കപ്പിൾ കൺസിസ്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എഫ് ആൻഡ് ആം ഓഫ് ദ കപ്പിൾ എന്ന് പറയുന്നത് ഡി ആണ്.
സോ 2 ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസിനാണ് ആം എന്ന് പറയുന്നത്. സോ അതുണ്ടാക്കുന്ന കപ്പിളിൻ്റെ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? F×d ആയിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് വേറൊരു ഫോഴ്സ് കൺസിഡർ ചെയ്യാം. Q എന്നുള്ളൊരു ഫോഴ്സ്. അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d1 ആണ്. അതായത് സെയിം ബോഡിയിൽ തന്നെ Q എന്നുള്ളൊരു ഫോഴ്സ് d1 എന്നുള്ള ഡിസ്റ്റൻസ് വിട്ടിട്ട് ആക്ട് ചെയ്യുന്നു വിചാരിക്കാം. നമുക്ക് കൺസിഡർ ചെയ്യുന്നു F×d എന്ന് പറയുന്നത് Q×d1 ആണെങ്കിൽ F×d എന്ന് പറയുന്നത് Q×d1 ആണെങ്കിൽ എന്താ പറഞ്ഞതുള്ളത്? ദ ആക്ഷൻ ഓഫ് എ കപ്പിൾ ഓൺ എ ബോഡി ഡസ് നോട്ട് ചേഞ്ച്. അതായത് ഈ Q മൾട്ടിപ്ലൈഡ് ബൈ d1 എന്നുള്ള കപ്പിൾ ഉണ്ടാക്കുന്ന അതേ എഫക്റ്റ് തന്നെയായിരിക്കും F മൾട്ടിപ്ലൈഡ് ബൈ d എന്നുള്ള കപ്പിൾ ഉണ്ടാക്കുന്നത്. അതായത് ആക്ഷൻ ഓഫ് എ കപ്പിൾ ഓൺ എ ബോഡി ഡസ് നോട്ട് ചേഞ്ച് ഇഫ് ബോത്ത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ ആം ഓഫ് ദ കപ്പിൾ ആർ ചേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മൊമെൻറ്റ് ഓഫ് ദ കപ്പിൾ റിമെയിൻസ് അൺചേഞ്ച്ഡ്. അതായത് ഒരു കപ്പിളിൻ്റെ മൊമെൻറ്റ് അൺചേഞ്ച് ചെയ്യാത്തിടത്തോളം കാലം ആ കപ്പിള് ഒരു ബോഡിയിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഇതാണ് അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ several components in one plane can be replaced by a single couple acting in the same plane such that the moment of this single couple is equal to algebraic sum of the moments of the given couple. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡിനകത്ത് കുറേ കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ കപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നോക്കിക്കോ, ഇവിടെ ഒരു ഫോഴ്സ് എഫും ഇവിടെ ഒരു കപ്പിള് F×d ഉണ്ട്. അതുപോലെ തന്നെ Q×d1 വേറൊരു കപ്പിളാണ്. ഫസ്റ്റ് നമ്മൾ Q×d1നെ റീപ്ലേസ് ചെയ്തിട്ട് Q1×d എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആയിട്ട് എടുക്കുന്നു. F×dന് അതേ പാരലായിട്ടുള്ള വേറൊരു കപ്പിളായിട്ട് ഉപയോഗിക്കുന്നു, റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ. അതായത് Fഉം Q1ഉം പാരലാണ്. ഇപ്പോൾ ഇവിടെ പാരലല്ലായിരുന്നു. ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ Q1×d എന്ന് വെച്ചു. ഇത് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയുക? Q×d1 എന്ന് പറയുന്നത് Q1×d ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിൻ്റെ പറയുക കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയാം, അല്ലേ? സോ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ Q1×d എന്ന് മാറ്റി എഴുതി. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിനെയും റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? F+Q1 മൾട്ടിപ്ലൈഡ് ബൈ d എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. സോ അങ്ങനെയാണ് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും F×d പ്ലസ് Q×d1 is equal to F×d plus Q1×d. ഓക്കെ. സോ F×d plus Q×d1 is equal to F×d plus Q1×d എന്ന് എഴുതാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? F+Q1 എന്ന് എഴുതാം. ഇതിനകത്ത് Q1 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക? Q1×d എന്ന് പറയുന്നത് Q×d1 ആണ്. സോ Q1 അതിനകത്ത് കിട്ടും. അതായത് സെവറൽ കപ്പിൾസ് ഇൻ എ പ്ലെയിൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ സിംഗിൾ കപ്പിൾ. നമ്മൾ ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെ ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് കപ്പിൾ ആക്ട് ചെയ്യുന്ന ഒരു ബോഡീനെ ഒരു സിംഗിൾ കപ്പിളായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് the same plane said that the moment of the single couple is equal to the algebraic sum of the moments of the given couples. സോ ഇതാണ് അടുത്തൊരു പ്രോപ്പർട്ടി. സോ അടുത്തൊരു പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ എ ഗിവൺ കപ്പിൾ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു സെവറൽ കോമ്പണൻറ്റ് കപ്പിൾസ് ബൈ ചൂസിങ് ദ കോമ്പണൻറ്റ് കപ്പിൾസ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ ആൽജിബ്രിക് സം ഓഫ് ദെയർ മൊമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു ദ മൊമെൻറ്റ് ഓഫ് ദ ഗിവൺ കപ്പിൾ. അതായത് algebraic sum of the moments of the components of a given couple is equal to the moments of the given couple ആയിരിക്കും എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഫോഴ്സിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് പറയുന്നത്. അതാണെന്ന് വെച്ചാൽ the given couple can be resolved into several component couples by choosing the component couples in such a way that the algebraic sum of their moments is equal to the moment of the given couple. Algebraic sum of the moments of the component couples is equal to the moment of the given couple ആയിരിക്കും. ഓക്കെ. സോ ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് ഒന്നും കൂടെ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എ കപ്പിൾ കൺസിസ്റ്റ് ഓഫ് പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡെഫിനിറ്റ് ഡിസ്റ്റൻസ്. അതിനാണ് കപ്പിൾ എന്ന് പറയുന്നത്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡെഫിനിറ്റ് ഡിസ്റ്റൻസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദ ട്രാൻസ്ലേറ്ററി ഇഫക്റ്റ് ഓഫ് എ കപ്പിൾ ഓൺ എ ബോഡി ഈസ് സീറോ. അതായത് ഒരു ട്രാൻസ്ലേറ്ററി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ നേരെയുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അതിനപ്പോൾ ആപ്പാട് ഉണ്ടാകുന്ന റൊട്ടേഷൻ മോഷൻ മാത്രമേ ഒരു കപ്പിളിൽ ഉണ്ടാവുള്ളൂ.
അല്ലെങ്കിൽ ആ ബോഡിയെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനേ കപ്പിളിന് പറ്റുള്ളൂ. അതിന് ട്രാൻസ്ലേറ്റഡ് മോഷൻ നടക്കില്ല. ഓക്കെ, സോ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ത്രാസിൻ്റെ കാര്യം, അതായത് നമ്മൾ ഈ ഒരു സാധാരണ ത്രാസിൻ്റെ കാര്യത്തിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ, ആ ഒരു സെൻറ്റർ പോയിന്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ അതിന്, അല്ലാണ്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സിസേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ സാധാരണ സീസോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമില്ലേ, രണ്ട് സൈഡിലും ആൾക്കാർ ഇരുന്നിട്ട് മേലേക്കും താഴേക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിനകത്ത് കപ്പിളാണ് ആക്ട് ചെയ്യുന്നത്. അവിടെയും അതിന് ട്രാൻസ്ലേറ്ററി മോഷൻ കൊടുക്കാൻ പറ്റില്ല. രണ്ട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ബോഡി റൊട്ടേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, സോ ട്രാൻസ്ലേറ്ററി എഫക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് പറയാം. And the rotatory effect moment of a couple about any point is a constant and is equal to the product of the magnitude of the force and the perpendicular distance between the two forces. അതായത് ട്രാൻസ്ലേറ്ററി റൊട്ടേഷണറി എഫക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കുകയും ചെയ്യും. അതെന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ് ആയിരിക്കും എപ്പോഴും. സോ അതാണ് തേർഡ് ഇത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത്, since the only effect of a couple is the moment which is the same at the point, same at all point, the effect of a couple is unchanged. അതായത് ഒരു കപ്പിളിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യില്ല. എപ്പോൾ ദ കപ്പിൾ ഈസ് റൊട്ടേറ്റഡ് ത്രൂ എനി ആംഗിൾ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കപ്പിൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്യിക്കാൽ അത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും മാറാത്ത, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറാത്തടത്തോളം കാലം ആ കപ്പിളിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, അതുപോലെ തന്നെ കപ്പിൾ ഷിഫ്റ്റഡ് ടു എനി അതർ പൊസിഷൻ, ഏത് പൊസിഷന് വേണമെങ്കിലും മാറ്റാം വിത്തൗട്ട് ചേഞ്ചിങ് ദ എഫക്റ്റ് ഓഫ് ദ കപ്പിൾ. അതുപോലെ തന്നെ കപ്പിൾ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ അനദർ പെയർ ഓഫ് ഫോഴ്സസ് ഹൂസ് റൊട്ടേഷണൽ എഫക്റ്റ് ഈസ് ദ സെയിം. അതായത് കപ്പിളിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം അനദർ പെയർ ഓഫ് ഫോഴ്സസ് ഹൂസ് റൊട്ടേഷണൽ എഫക്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ മൊമെൻ്റ് എന്ന് പറയുന്നത് സെയിം ആകുന്ന രീതിയിൽ നമുക്ക് വേറെ പെയർ ഓഫ് ഫോഴ്സുകൾ ഉപയോഗിച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ കപ്പിളിൻ്റെ എന്താ പറയുക പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. കപ്പിൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പം പ്രോപ്പർട്ടീസും മനസ്സിലായിട്ടുണ്ടാവും. ഈ ചെയ്ത രണ്ട് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം.